2025-26 അധ്യയന വർഷം +1 അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി വിശദീകരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക. SSLC, CBSE, ICSE, THSLC തുടങ്ങിയ പരീക്ഷകളുടെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാലുടൻ അടുത്തതായി ഹയർ സെക്കൻഡറി കോഴ്സുകൾ പഠിക്കുവാനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. അത് കഴിഞ്ഞ് മാത്രമാണ് VHSE, ITI പോലുള്ള കോഴ്സുകൾക്ക് താൽപ്പര്യം പ്രകടിപ്പിക്കുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം റിസൾട്ടിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിക്കും. അപേക്ഷിക്കുന്നതിന് മുൻപ് പ്രോസ്പെക്ടസ് വിശദമായി വായിച്ചു നോക്കണം. പ്രോസ്പെക്ടസ് ആണ് ആധികാരികമായ രേഖ. അപേക്ഷകൾ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ രീതി തന്നെയായിരിക്കും ഇപ്പോഴും എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷവും ഓൺലൈനായി മാത്രം അപേക്ഷിച്ചാൽ മതിയായിരുന്നു. സ്കൂളുകളിൽ വെരിഫിക്കേഷൻ നടത്തിയിരുന്നില്ല. ആയതിനാൽ ധാരാളം തെറ്റുകൾ ഉണ്ടാകുകയും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നിരസിക്കപ്പെട്ടിട്ടുണ്ട്. തെറ്റുകൾ കടന്നുകൂടാതെ ശ്രദ്ധാപൂർവം അപേക്ഷിക്കുക. മുൻകാലങ്ങളിൽ ഓൺലൈൻ അപേക്ഷിച്ചിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സ്കൂളുകളിൽ ഹാജരാക്കി അപേക്ഷാ ഫീസായ 25 രൂപയും നൽകി അക്നോളജ്മെൻറ്റ് റെസീപ്റ്റും ലഭിക്കുമായിരുന്നു. ഈ അപേക്ഷകൾ സ്കൂളിൽ തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി തെറ്റുകളുണ്ടെങ്കിൽ കുട്ടികളെ വിളിച്ചു വരുത്തി തെറ്റുകൾ ബോധ്യപ്പെടുത്തി പരിഹരിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. ആയതിനാൽ തെറ്റുകൾ ഉണ്ടാകാറില്ലായിരുന്നു. ഈ പ്രക്രിയകളിലേക്ക് അഡ്മിഷൻ രീതി മാറ്റിയാൽ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഉള്ള ആശങ്കകൾ മാറ്റാൻ കഴിയും. വിജ്ഞാപനം വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയൂ. ഈ രീതി ആയതിനാൽ അപേക്ഷാ ഫീസ് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ മാത്രം അടച്ചാൽ മതിയാകും. എങ്ങനെയാണ് ഓൺലൈൻ ആയി അപേക്ഷിക്കേണ്ടത്? HSC, VHSC വിഭാഗങ്ങളുടെ അഡ്മിഷൻ ഗേറ്റ്വേ ആയ www.admission.dge.kerala.gov.in ക്ലിക്ക് ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കണം. ഇത്തരത്തിൽ മൊബൈൽ OTPയിലൂടെ സുരക്ഷിത പാസ്വേഡ് നൽകി സൃഷ്ടിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ആയിരിക്കണം അപേക്ഷാ സമർപ്പണവും തുടർന്നുള്ള അഡ്മിഷൻ പ്രവർത്തനങ്ങളും നിർവഹിക്കേണ്ടത്. കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ അപേക്ഷകർക്ക് സ്വന്തമായി ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരള സിലബസിൽ SSLC പാസ്സായവർക്കും CBSE, ICSE, THSLC തുടങ്ങിയ സ്കീമുകളിൽ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായവർക്കും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് എല്ലാ വിഷയങ്ങൾക്കും മിനിമം D+ ഗ്രേഡെങ്കിലും ഉണ്ടായിരിക്കണം. കുട്ടികളുടെ താൽപ്പര്യം അനുസരിച്ച് മാത്രമേ കോഴ്സുകൾ തിരഞ്ഞെടുക്കാവൂ. രക്ഷകർത്താക്കൾ ആയിരിക്കരുത് കുട്ടികളുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. എല്ലാ ഗ്രൂപ്പുകളും തുല്യ പ്രാധാന്യമുള്ളവയാണ്. കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിച്ചാൽ അവർ പഠനത്തിൽ പിന്നോക്കം പോകാറുണ്ട്. പക്ഷേ അവർ മിടുക്കരായിരിക്കാം. കാരണം തിരക്കുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കാൻ രക്ഷകർത്താക്കൾ അടിച്ചേൽപ്പിച്ചതാണെന്ന് അധ്യാപകർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ മാത്രം പഠിപ്പിച്ച അധ്യാപകരുടെ സഹായത്താൽ കുട്ടികളുടെ കഴിവിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണിത് പറയുന്നത്. യാതൊരു കാരണവശാലും ഒരു ജില്ലയിലേക്ക് ഒരു വിദ്യാർത്ഥി ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ മെറിറ്റ് സീറ്റിലേക്ക് സമർപ്പിക്കുവാൻ പാടില്ല. ഓരോ ജില്ലയിലേക്കും പ്രത്യേകം അപേക്ഷകളാണ് നൽകേണ്ടത്. അഡ്മിഷന് വേണ്ടി ഫോം പൂരിപ്പിക്കുന്നതിന് മുൻപായി ഏത് ഗ്രൂപ്പും ഏത് കോമ്പിനേഷനുമാണ് എടുക്കേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം ഏത് സ്കൂളിൽ പഠിക്കണമെന്ന തീരുമാനം എടുക്കുക. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മാത്രമേ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാവൂ. ഓപ്ഷനുകൾ ക്രമീകരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിനുവേണ്ടി സ്കൂളിലെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടുക. ഗ്രൂപ്പുകളും അവയുടെ വിവിധ കോമ്പിനേഷനുകളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി വേണം അപേക്ഷിക്കേണ്ടത്. യാതൊരു കാരണവശാലും കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ ഫോം പൂരിപ്പിക്കുവാൻ രേഖകൾ ഏൽപ്പിച്ചിട്ട് പോകരുത്. കൂടെ നിന്ന് പൂരിപ്പിച്ച് തെറ്റുകളില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടേ പോകാവൂ. എല്ലാ വർഷവും തെറ്റുകൾ കൂടുതലും ഉണ്ടാകുന്നത് പരിചയസമ്പന്നരല്ലാത്ത സെൻ്ററുകളെ ആശ്രയിക്കുന്നതുകൊണ്ടാണ്. ഓൺലൈൻ പൂരിപ്പിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി നിങ്ങൾ എല്ലാ അസൽ രേഖകളും കൊണ്ടുപോകണം. പൂരിപ്പിച്ച ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് വായിച്ച് തെറ്റുകൾ ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയും വേണം. OBH വിഭാഗക്കാരുടെ ശ്രദ്ധയ്ക്ക് സംവരണത്തിന് അർഹതയുള്ളവർ അത്തരം കോളങ്ങൾ പൂരിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. OBH വിഭാഗത്തിലെ 30 വിഭാഗങ്ങൾക്ക് മാത്രം OIC വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ഫീസ് ആനുകൂല്യം മാത്രം ലഭിക്കും. അഡ്മിഷൻ ലഭിക്കുന്നതിന് അർഹതയില്ല. ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതിന് വില്ലേജ് ഓഫീസിൽ നിന്നും നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. അതുകൊണ്ട് OBH വിഭാഗത്തിലെ കുട്ടികൾ OBH എന്ന് തന്നെ എഴുതണം, OEC എന്ന് എഴുതാൻ പാടില്ല. ഫീസ് ആനുകൂല്യം ലഭിക്കുന്ന 30 വിഭാഗങ്ങളുടെ പട്ടിക പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. അത് നോക്കി മനസ്സിലാക്കണം. ജാതി സംവരണമുള്ള കോളങ്ങൾ പൂരിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ തെറ്റുവരുത്തുകയും
അതുവഴി അലോട്ട്മെന്റ് ലഭിച്ചാലും അഡ്മിഷൻ നിരസിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈഴവ വിഭാഗവും മുസ്ലിം വിഭാഗവും OBC എന്ന് തെറ്റായി രേഖപ്പെടുത്താറുണ്ട്. ഈഴവ ഇൻക്ലൂഡിംഗ് ഈഴവാസ്, തീയാസ്, ഇഷുവൻ, ഇസുവൻ, ഇല്ലുവൻ ആൻഡ് ബില്ലാവ എന്നീ വിഭാഗക്കാർ ETB എന്ന് തന്നെ രേഖപ്പെടുത്തണം. ഇസ്ലാം മതവിശ്വാസികളായ എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം എന്ന് തന്നെ രേഖപ്പെടുത്തണം. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത എല്ലാ പേരും അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. വാർഷിക വരുമാനം 4 അല്ലെങ്കിൽ 4 ലക്ഷത്തിൽ കുറവുള്ള മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് 10% സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു. അവർ EWS വിഭാഗത്തിലാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റും അസറ്റ് സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. കൂടാതെ EWS വിഭാഗത്തിലാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. സ്പോർട്സിൽ മികവ് നേടിയ വിദ്യാർത്ഥികൾ അവരുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ അതാത് ജില്ലാ സ്പോർട്സ് കൗൺസിലുകളിൽ ഓൺലൈൻ ആയി രജിസ്റ്റർ ചെയ്യണം. വെരിഫിക്കേഷൻ നടത്തുമ്പോൾ തന്നെ ഒരു സ്കോർ കാർഡ് ഓരോ കുട്ടിക്കും ലഭിക്കും. ഈ കാർഡ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. ജനറൽ മെറിറ്റിലേക്കും ഇത്തരം കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് 40% കുറയാത്ത ഡിസബിലിറ്റി ഉണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇത്തരം കുട്ടികൾക്ക് പ്രാക്ടിക്കൽ വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രോഗാവസ്ഥ തടസ്സമില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തുന്ന സമിതി അഭിമുഖം നടത്തി സാക്ഷ്യപ്പെടുത്തുന്നു. സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനയ്ക്ക് ശേഷം നൽകുന്ന റഫറൻസ് നമ്പർ അപേക്ഷയിൽ ഉൾപ്പെടുത്തി വേണം ഏകജാലകത്തിന് അപേക്ഷിക്കുവാൻ. ഗ്രേസ് മാർക്ക് കുട്ടിക്ക് ഒരിക്കൽ നൽകുന്നതിനാൽ അടുത്ത തലത്തിലേക്കുള്ള അഡ്മിഷന് ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അധികമായി ഇൻഡെക്സ് മാർക്ക് നൽകുന്നതല്ല. മുൻകാലങ്ങളിൽ 10ാം ക്ലാസ് മാർക്കിനോടൊപ്പവും പിന്നീട് അഡ്മിഷന് അതിന്റെ അടിസ്ഥാനത്തിൽ ബോണസ് മാർക്കും കൊടുക്കുമായിരുന്നു. അത് നല്ല അക്കാദമിക് നിലവാരമുള്ള കുട്ടികളെ ബാധിക്കുമായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു അത്. എന്നാൽ ബോണസ് പോയിന്റ് ലഭിക്കുന്ന ചില വിഭാഗങ്ങൾ ഇനി പറയുന്നവയാണ്. ജവാന്മാരുടെ ആശ്രിതർ, ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും മക്കൾ, പ്രധാനമായും നേവി, ആർമി, എയർഫോഴ്സ്. അതേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അതേ താലൂക്ക്, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റ്, കേരള സിലബസിൽ SSLC പരീക്ഷ പാസ്സാകുന്നവർക്കുള്ള ഗ്രേഡ് പോയിന്റ് മുതലായവയാണ്. പരമാവധി ബോണസ് പോയിന്റ് 10 ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ബോണസ് പോയിന്റിന് വേണ്ടിയും ടൈ ബ്രേക്കിന് വേണ്ടിയും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ചില കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധിയിലും ഉയർന്ന പ്രായപരിധിയിലും 6 മാസത്തെ ഇളവ് ലഭിക്കുന്നുണ്ട്. അത്തരം കുട്ടികൾ അവ തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. SC, ST, OEC വിഭാഗക്കാർ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാനവും ജാതിയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കൂടാതെ എല്ലാ കുട്ടികളും ആധാർ കൂടി അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും ഹാജരാക്കണം. മാനേജ്മെന്റ് സ്കൂളുകളിൽ മാനേജ്മെന്റ് കോട്ട 20%. മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി, അൺഎയ്ഡഡ് കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ അതാത് സ്കൂളിൽ നിന്ന് ഈ ആവശ്യത്തിനായി ലഭിക്കുന്ന പ്രത്യേക അപേക്ഷാ ഫാറം വാങ്ങി പൂരിപ്പിച്ച് അതാത് സ്കൂളിൽ തന്നെ നൽകണം. ഇത്തരം കുട്ടികൾക്ക് മെറിറ്റ് സീറ്റിലേക്കും പ്രത്യേകം അപേക്ഷിക്കാവുന്നതാണ്. അൺഎയ്ഡഡ് സ്കൂളിലെ ഓരോ കോഴ്സിലെയും ഓരോ ബാച്ചിലെയും ആകെ സീറ്റുകളിൽ 40% സീറ്റുകൾ മെറിറ്റ് അടിസ്ഥാനത്തിലും 12% സീറ്റുകൾ പട്ടികജാതി വിഭാഗത്തിന് മെറിറ്റ് അടിസ്ഥാനത്തിലും 8% സീറ്റുകൾ പട്ടികവർഗ വിഭാഗത്തിന് മെറിറ്റ് അടിസ്ഥാനത്തിലും ഉള്ളവയാണ്. CBSE പരീക്ഷ പാസ്സായ കുട്ടികളുടെ ശ്രദ്ധയ്ക്ക്. CBSEയിൽ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് പാസ്സായവർക്ക് മാത്രമേ ഹയർ സെക്കൻഡറി തലത്തിൽ മാത്സ് ഉൾപ്പെട്ടിട്ടുള്ള വിഷയ കോമ്പിനേഷനുകൾ ഓപ്ഷൻ ആയി തിരഞ്ഞെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓപ്ഷനുകൾ ക്രമീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഉദാഹരണമായി, നിങ്ങൾക്ക് വീടിനടുത്തുള്ള സ്കൂളിൽ ബയോളജി സയൻസ് ആണ് വേണ്ടതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയി അത് തന്നെ വയ്ക്കണം. അതല്ല, കുറച്ച് അകലെയുള്ള സ്കൂളിൽ ആണ് ബയോളജി സയൻസ് ആവശ്യമെങ്കിൽ ആ സ്കൂൾ ആണ് ഫസ്റ്റ് ഓപ്ഷൻ ആയി വയ്ക്കേണ്ടത്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഓപ്ഷനുകൾ ക്രമീകരിക്കണം. ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം എങ്കിലും അത് കിട്ടിയില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയാലും മതി എന്നുണ്ടെങ്കിൽ ബയോളജി സയൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രം കമ്പ്യൂട്ടർ സയൻസ് വയ്ക്കണം. ഏതായാലും വീടിനടുത്തുള്ള സ്കൂളിലേ പഠിക്കുന്നുള്ളൂവെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ
ബയോളജി സയൻസ് വയ്ക്കുക, സെക്കൻഡ് ഓപ്ഷൻ കമ്പ്യൂട്ടർ സയൻസ് വയ്ക്കുക, അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ കൊമേഴ്സ് വയ്ക്കുക, ഫോർത്ത് ഓപ്ഷൻ ഹ്യൂമാനിറ്റീസ് വയ്ക്കുക. ഏതെങ്കിലും ഒരു സ്കൂളിൽ മാത്രമായി അപേക്ഷിക്കരുത്. എത്ര ഓപ്ഷൻ വേണമെങ്കിലും വയ്ക്കാം. ഒരു സ്കൂളിൽ മാത്രമായി അപേക്ഷിച്ചാൽ അവിടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഏകജാലക പ്രക്രിയയിൽ നിന്ന് പുറത്താകും. പിന്നീട് ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരില്ല. ഫസ്റ്റ് ഓപ്ഷൻ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വേണമെങ്കിലും മുകളിൽ പറഞ്ഞ ക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ഓൺലൈൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഓപ്ഷനുകൾ ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകരെയോ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൻ്റെയോ സഹായത്താൽ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഉറപ്പാക്കണം. ഓപ്ഷനുകൾ തെറ്റിപ്പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ അകലെയായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. വീട്ടിൽ നിന്നും പോയി വരാൻ കഴിയാത്ത ദൂരത്തിലുള്ള സ്കൂളുകൾ യാതൊരു കാരണവശാലും സിലക്ട് ചെയ്യരുത്. ആദ്യം എവിടെയാണോ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്, ഏത് കോഴ്സ് ആയാലും അവിടെ പോയി അഡ്മിഷൻ നിർബന്ധമായും എടുക്കണം. പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് മാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ 3 തരം വ്യത്യസ്ത കോഴ്സുകളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ളത്. ഓരോ വിഭാഗത്തിലും വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഉണ്ടായിരിക്കും. ഗ്രൂപ്പുകളും അവയുടെ വ്യത്യസ്ത കോമ്പിനേഷനുകളും നിങ്ങൾക്ക് തുടർന്നുള്ള സ്ലൈഡുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. സയൻസ് വിഭാഗത്തിൽ വ്യത്യസ്ത കോമ്പിനേഷനിൽപ്പെട്ട സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സൈക്കോളജി, ഹോം സയൻസ്, ജിയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് മുതലായവയാണ്. ഈ സബ്ജക്റ്റുകൾ ചേർന്നുണ്ടാകുന്ന കോമ്പിനേഷനുകൾ തുടർന്നുള്ള സ്ലൈഡുകളിൽ നിന്നും നോക്കി മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കോമ്പിനേഷനുകൾ ആണ് ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും. ബയോളജി സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ കോമ്പിനേഷനായി വരുന്നു. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ കോമ്പിനേഷനാണ്. അതുപോലെ ചില സ്കൂളുകളിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു കോമ്പിനേഷനാണ് ഹോം സയൻസ്. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന കോമ്പിനേഷനായും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന കോമ്പിനേഷനായും വരുന്നുണ്ട്. ജിയോളജി കോമ്പിനേഷനായി വരുന്ന വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയാണ് വിഷയങ്ങൾ. അതുപോലെ മറ്റൊരു ജിയോളജി കോമ്പിനേഷനും കൂടിയുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്. അതുപോലെ ഇലക്ട്രോണിക്സ് കോമ്പിനേഷനായി വരുന്ന സയൻസ് വിഭാഗത്തിലെ വിഷയങ്ങളാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ കോമ്പിനേഷനായി വരുന്ന സബ്ജക്റ്റുകളാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അതുപോലെ സൈക്കോളജി കോമ്പിനേഷനായി വരുന്ന വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ്. ചില സ്കൂളുകളിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു കോമ്പിനേഷനാണ് ഇലക്ട്രോണിക്സ്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയാണ് സബ്ജക്റ്റുകൾ. കൊമേഴ്സ് വിഭാഗത്തിലെ കോമ്പിനേഷനുകളാണ് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കൊമേഴ്സ് വിഭാഗത്തിൽ 4 വിഷയങ്ങളാണ് കോമ്പിനേഷനായിട്ട് വരിക. സ്റ്റാറ്റിസ്റ്റിക്സ് കോമ്പിനേഷനിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്. പൊളിറ്റിക്കൽ സയൻസിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്. മാത്സ് കോമ്പിനേഷനിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് എന്നിവയാണ്. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സബ്ജക്റ്റുകൾ ഉള്ളത്. എല്ലാ കോമ്പിനേഷനുകളും എല്ലാ സ്കൂളുകളിലും കാണുകയില്ല. കുറച്ച് റയർ സബ്ജക്റ്റുകൾ അടങ്ങിയ കോമ്പിനേഷനുകൾ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലുണ്ട്. ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ, ഉറുദു, അറബിക് എന്നീ ഭാഷാ വിഷയങ്ങളും കോമ്പിനേഷനുകളായി വരുന്നുണ്ട്. സയൻസ്, കൊമേഴ്സ് എന്നീ ഗ്രൂപ്പുകളിലേതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ ചില കോമ്പിനേഷനുകളിൽ വരുന്ന വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. ജോഗ്രഫി, ജിയോളജി, മ്യൂസിക്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സോഷ്യൽ വർക്ക്, സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങൾക്കാണ് പ്രാക്ടിക്കൽ ഉള്ളത്. റയർ സബ്ജക്റ്റുകൾ അടങ്ങിയ കോമ്പിനേഷനുകൾ വടക്കൻ ജില്ലകളിലെ സ്കൂളുകളിൽ മാത്രമാണുള്ളത്. ഏതൊക്കെ സ്കൂളിലാണ് ഇത്തരം സബ്ജക്റ്റുകൾ ഉള്ളതെന്ന് പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കി വേണം അപേക്ഷിക്കുവാൻ. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ജിയോളജി, സൈക്കോളജി, ജിയോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക് എന്നിവയോടൊപ്പം വരുന്ന പൊതുവായിട്ടുള്ള മറ്റ് സബ്ജക്റ്റുകളാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. ഹിസ്റ്ററി, എക്കണോമിക്സ് എന്നിവ പൊതുവായ സബ്ജക്റ്റുകളും സ്റ്റാറ്റിക്സിനോടൊപ്പം പൊളിറ്റിക്സ്, ഹിന്ദി ജോഗ്രഫി, അറബിക് ജോഗ്രഫി, കന്നഡ ജോഗ്രഫി, തമിഴ് ജോഗ്രഫി എന്നിങ്ങനെയും കോമ്പിനേഷനുകൾ ഉണ്ട്. സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്. സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്. എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ആന്ത്രോപോളജി, സോഷ്യൽ വർക്ക്.
എക്കണോമിക്സ്, ഗാന്ധി സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. സോഷ്യോളജി, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയും കോമ്പിനേഷനുകളാണ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി മലയാളം, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് മലയാളം, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി ഹിന്ദി, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി അറബിക്, സോഷ്യൽ വർക്ക്, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയും കോമ്പിനേഷനുകളാണ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി മലയാളം, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, മ്യൂസിക്, ജേർണലിസം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സൈക്കോളജി, ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, ഉറുദു എന്നിവയും കോമ്പിനേഷനുകളാണ്. കുറച്ച് റെയർ സബ്ജക്റ്റുകൾ അടങ്ങിയ കോമ്പിനേഷനുകളും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലുണ്ട്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ആന്ത്രോപോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, സംസ്കൃത സാഹിത്യ, സംസ്കൃത ശാസ്ത്ര, ഹിസ്റ്ററി, ഫിലോസഫി, സംസ്കൃത സാഹിത്യ, സംസ്കൃത ശാസ്ത്ര, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഫിലോസഫി. ഇതൊരു ആധികാരിക രേഖയല്ല. ഹയർ സെക്കൻഡറി വകുപ്പ് പുറപ്പെടുവിക്കുന്ന സർക്കുലറുകളും ഉത്തരവുകളുമാണ് ആധികാരികമായ രേഖകൾ. ഈ വീഡിയോ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടാകുന്ന സംശയ നിവാരണത്തിന് വേണ്ടി മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, സ്കൂൾ ട്രാൻസ്ഫർ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഉണ്ടായിരിക്കും. അതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.